യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി മറ്റൊരു ഈസ്റ്റർ ദിനം കൂടിയാണ്. 50 ദിവസം നീണ്ട നോമ്പാചരണത്തിന് പ്രത്യേക പ്രാർത്ഥനകളോടും പാതിര കുർബാനയോടും പരിസമാപ്തിയായി. ഏത് പീഡാനുഭവങ്ങളുടെയും സഹനത്തിന് ശേഷം പ്രതീക്ഷയുടെ ഒരു പുലരി ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഓരോ ഈസ്റ്റർ ദിനവും ലോകത്തെ പഠിപ്പിക്കുന്നത്. ഓരോ ദുഃഖവെള്ളിക്കും ശേഷം ഒരു ഈസ്റ്റർ ഉണ്ടായിരിക്കും. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷം യേശുവിന്റെ വാക്ക് നിറവേറാൻ കാത്തിരിക്കുന്നവർക്ക് ഉയർത്തെഴുന്നേൽപ്പിലൂടെ പ്രതീക്ഷയുടെ പുതുനാളം പകരുന്ന ദിനം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഓശാനയോടുകൂടി വിശുദ്ധ വാരത്തിലേക്ക് കടന്ന ക്രൈസ്തവരുടെ 50 ദിവസം നീണ്ട നോമ്പാചരണത്തിന്റെ അവസാനമാണ് ഈസ്റ്റർ. വിവിധ പള്ളികളിൽ കുർബാനകളും ശുശ്രൂഷകളും തിരുകർമ്മങ്ങളും ദിവ്യബലിയും നടന്നു. രുചികരമായ ഭക്ഷണങ്ങൾ ഒരുക്കി ഭവനങ്ങളിൽ ആളുകൾ ഒത്തുചേരും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും യാക്കോബായ സുറിയാനി സഭ കാത്തോലിക്ക ബാവ ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവയും കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കിലും ഈസ്റ്റർ ആശംസകൾ നേർന്നു. നമുക്ക് ഈ ഉത്ഥാനത്തിന്റെ സന്ദേശം എല്ലാവരിലേക്ക് നമുക്ക് പകുത്തു കൊടുക്കുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഇന്നെൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന മരണത്തെ തോൽപ്പിച്ച ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ സന്ദേശവുമായാണ് ഓരോ ഈസ്റ്റർ കാലവും എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.